ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ലിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് വീഡിയോകളുടെയൊക്കെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടിരിക്കുമായിരുന്നു. ഞാൻ ഹോളിഡേക്ക് നാട്ടിൽ പോയേക്കുമായിരുന്നു, തിരിച്ചു വന്നു. ഇനിയും നമുക്ക് വീഡിയോകൾ തുടർച്ചയായി ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഒരു സിംഗപ്പൂർ ഡിഷാണ്, പോർക്കിന്റെ ഡിഷാണ് ഇന്നത്തെ. അത് സ്വീറ്റ് ആൻഡ് സോ പോർക്ക് റെസിപ്പി. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയേക്കാം. ഇന്ന് 1/2 കിലോ പോർക്കാണ് വെച്ചേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് സോൾട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം സോൾട്ടിന്റെ അളവൊക്കെ എപ്പോഴും നമ്മളെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇപ്പം ലെമൺ ജ്യൂസ്. ഇനി നമ്മൾ ഇത് ഫ്രഷ് ആയിട്ട് നമ്മൾ പെപ്പർ, ഇത് ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്ത് ചേർക്കണം. അതുപോലെ നല്ല ഒരു വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണങ്ങൾ, ഒരു 2 ഇഞ്ച് ഇഞ്ചി, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക. കുറച്ച് വെളുത്തുള്ളി, ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ഉണ്ട്. ഇതെല്ലാം കൂടെ ഇനി ഒന്ന് ചതച്ചിട്ടിടണം. ഒരുപാട് പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ചതച്ച് ചേർത്താൽ മതിയേ. ഇങ്ങനെ നല്ല കുറച്ച് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചാൽ മതിയേ, അങ്ങ് അരഞ്ഞു പോകണ്ട. അതുപോലെ തന്നെ ഇനിയും കുരുമുളകും ഒന്ന് ചതച്ചിട്ടേച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കണം. അത് കഴിഞ്ഞാണ് കുക്ക് ചെയ്യുന്നത്. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഈ നാരങ്ങ നീരും ഉപ്പും ജിഞ്ചർ ഗാർലിക്ക് ബ്ലാക്ക് പെപ്പർ. ഓക്കെ, ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം നമുക്ക് ഈ അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ആ പോർക്ക് വെച്ചേക്കുക. ഇപ്പം നമുക്ക് ഒരു സോസ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് നമ്മൾ സോയാ സോസാണ് ഇത്. ഡാർക്ക് സോയാ സോസും ലൈറ്റ് സോയാ സോസും ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണ് ഡാർക്ക് സോയാ സോസും 2 ഹാഫ് ആണ്. അപ്പം ലൈറ്റ് സോയാ സോസും 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്, രണ്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇത് ഓപ്ഷനല്ല, ഇത് സീസണിങ് സോസാണ്. അത് 1 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില്ലി സോസ്, നിങ്ങളുടെ അടുത്ത് റെഡ് ചില്ലി സോസ് ആണെങ്കിൽ അതെടുക്കാം. എൻ്റെ അടുത്ത് ഗ്രീൻ ചില്ലി സോസ് ആയിരിക്കുന്നത്. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് വിനീഗർ വേണം. വിനീഗർ ഇത് 1 ടേബിൾ സ്പൂണ്. അതുപോലെ തന്നെ കെച്ചപ്പ്. ഈ സ്വീറ്റ്നെസ്സിന് വേണ്ടി ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. അത് ഈ ബ്രൗൺ ഷുഗറിന് പകരം നിങ്ങൾക്ക് ഹണി ചേർക്കാവുന്നതാണ്. ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് ഹണി തീർന്നിരിക്കുമായിരുന്നുകൊണ്ടാണ് ഞാനിപ്പം ഈ ബ്രൗൺ ഷുഗർ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ സോസ് റെഡിയായി. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പം ഇത് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് ഒരു 4 വിസിലടിക്കണം ഈ പോർക്കെല്ലാം. ഇതിനകത്ത് കുറച്ച് ലെമണിൻ്റെ ഒക്കെ ജ്യൂസ് ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് സിംഗപ്പൂരിലൊക്കെ അവരെ ഈ പ്രഷർ കുക്കറിലല്ല ഇത് കുക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് അവൾ പറഞ്ഞു അവരിത് സ്ലോ കുക്കിങ്ങാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അവര് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് ആ മീറ്റ് ടെൻഡറാക്കി എടുക്കുവാണ്. അപ്പം ഇത് നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെയും ചെയ്യാം, ടേസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പം ഞാനൊരു 4 വിസിലടിച്ച് ഇപ്പം മീറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പം 4 വിസിലടിച്ച് നമ്മുടെ പോർക്കൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതൊന്ന് തുറന്ന് നോക്കട്ടെ. കുറച്ച് വെള്ളമുണ്ട് അതിനകത്ത്. ആ ഗ്രേവിയോടെ ഇട്ടാണ് നമുക്ക് അത് പറ്റിച്ചെടുക്കണം. അപ്പം പോർക്ക് വെന്തിട്ടുണ്ട്.
നല്ല ടെൻഡർ മീറ്റ് നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു പാൻ വെച്ച് ഈ പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് കുറച്ച് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് ക്യാരറ്റും ഒരു 2-3 കളറിലുള്ള ക്യാപ്സിക്കം ഒക്കെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ അടുത്ത് സ്പ്രിംഗ് ഒനിയൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൊറിയാണ്ടർ ലീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ചെറിയ ഒനിയന് ഇങ്ങനെ ക്യൂബായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് അടത്തി വെക്കുന്നത് നല്ലതാണ്. ഇനി ഈ ഓയിലിലേക്ക് ആദ്യം നമുക്ക് ഇത് ക്യാരറ്റ് ആണല്ലോ ഇച്ചിരി ടൈം വേണ്ടി അതൊന്ന് കുക്കാകാനേ. ആദ്യം നമുക്ക് ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി അടുത്ത് നമുക്ക് ഈ ഒനിയൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് സോൾട്ട് ആദ്യമേ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ മീറ്റിനകത്ത് കുറച്ച് സോൾട്ട് ഇട്ടാണ് കുക്ക് ചെയ്തത്. ഇനി നമുക്ക് ഈ വെജിറ്റബിളിനകത്ത് നമുക്ക് ഒരു കുറച്ച് സോൾട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് എല്ലാ കളറിലുള്ള ക്യാപ്സിക്കം, ഇതിനകത്ത് സെലറി ഒക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാൻ സെലറി ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഈ ക്യാപ്സിക്കം എല്ലാം എൻ്റെ അടുത്തുള്ള കളറുള്ള ക്യാപ്സിക്കം ഒക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഓയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഇത് കുക്കായി പോകണ്ട. കുക്കായി പോയാൽ ഇതൊന്ന് ക്രഞ്ചി ആയിട്ട് നമുക്ക് കടിക്കണം ഇത് കഴിക്കുമ്പോഴേ. അതാണ് നല്ലത്. ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് മിനിറ്റിന് ഇതൊന്ന് അടച്ചു കൊടുക്കാമേ. 2 മിനിറ്റായി. നമ്മൾ അടപ്പ് മാറ്റി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനിയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സോസ് ചേർത്ത് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ ഒന്ന് എല്ലായിടത്തും ആ സോസൊക്കെ ഒന്ന് ആക്കി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് ഈ സോസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. അത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെന്തിരിക്കുന്ന മീറ്റ് ആ ജ്യൂസോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് നിറച്ചും നമ്മൾ നല്ലതായിട്ട് കുരുമുളക് ചേർത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് സ്വീറ്റ്നെസ്സിൻ്റെ കൂടെ ആ പെപ്പറിൻ്റെ ടേസ്റ്റ് നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കൊന്ന് ഈ സോസ് എല്ലാം ഒന്ന് തിക്കായിക്കോട്ടെ. വേണ്ടിയവർക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇത്രയും ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർ അങ്ങനെ എടുക്കാം. ഇതിനകത്ത് കുറച്ച് ഇത് കോൺഫ്ലവർ ഒന്ന് കലക്കി കൊടുത്താൽ നമുക്ക് ഗ്രേവി തിക്നെസ്സായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഞാനിപ്പം കോൺഫ്ലവർ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഇതൊന്ന് അടച്ചു കൊടുക്കുവാണേ. സ്വീറ്റ് ആൻഡ് സോർ പോർക്ക് റെസിപ്പിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയേക്കുവാണ്. അപ്പോൾ ഈ ജ്യൂസൊക്കെ നല്ല എല്ലാം ഒന്ന് പറ്റി നല്ല വേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം മീറ്റ് നല്ല ഞാനൊന്ന് ടേസ്റ്റ് നോക്കി നല്ല ഉപ്പും എരിവും എല്ലാം പാകത്തിനാണ്. നല്ലൊരു ടേസ്റ്റാണിത്. ഇനിയിപ്പം തീ ഓഫ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മളുടെ അടുത്ത് നമുക്ക് സ്പ്രിംഗ് ഓനിയൻ ഉണ്ടായിരുന്നെങ്കിൽ സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കാം, അത് ഓപ്ഷണലാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൊറിയാണ്ടർ ലീഫ് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പോർക്ക് റെസിപ്പി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വേണ്ടിയവർക്ക് കുറച്ചുകൂടെ ഗ്രേവി വെക്കാം. ഞാൻ കുറച്ച് ഗ്രേവി അത് പറ്റിച്ചെടുത്തു, അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. അല്ലെങ്കിൽ തിക്കായിട്ട് ഗ്രേവി ഇരിക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത് കോൺഫ്ലവർ കലക്കി ചേർത്ത് അങ്ങനെ ചെയ്യാം. എനിക്കങ്ങനെ ഒരുപാട് തിക്ക് ഗ്രേവി ഈ പോർക്കിന് വേണ്ട, ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് സിസമി സീഡ്, വൈറ്റ് കളറിലുള്ള സിസമി സീഡാണിത്, ഇതിങ്ങനെ തൂവി കൊടുക്കാം. അപ്പോൾ അടിപൊളി. ഇതാണ് നമ്മൾ സ്വീറ്റ് ആൻഡ് സോർ പോർക്ക് റെസിപ്പിയുടെ ഫൈനൽ സ്റ്റേജ്. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം നിങ്ങളെ. ഈ പോർക്ക് റെസിപ്പി നമുക്ക് വൈറ്റ് റൈസിൻ്റെ കൂടോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പം ഞാനിപ്പം ഇത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. ഇത് നേരത്തെ കുക്ക് ചെയ്തിരുന്നതാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അതിൻ്റെ കൂടെ ഒരു പീസ് പോർക്ക് വെച്ച് ഒന്ന് കഴിക്കട്ടെ. സൂപ്പർ സൂപ്പർ മക്കളെ, സൂപ്പർ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ഒരുപാട് മസാലകളൊക്കെ ചേർത്ത് മീറ്റ് കുക്ക് ചെയ്ത് കഴിക്കുമല്ലോ നമ്മളെ. അതിന് വരെ ഇടയ്ക്ക് നമുക്കൊരു ചേഞ്ച് വേണം. ഇതിൽ ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല. ജിഞ്ചർ, ഗാർലിക്ക്, ബ്ലാക്ക് പെപ്പർ, അതുപോലെ കുറച്ച് വെജിറ്റബിൾസ്, ക്യാപ്സിക്കം, സെലറിയോ അങ്ങനെ വാട്ടവർ നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതും ചേർത്ത് വളരെ ഈസിയും വെരി ടേസ്റ്റിയും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉടനെ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്. ബൈ.